കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ എറണാകുളത്ത് ഫുള്ള് മഴയാണ് കേട്ടോ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലം കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ നിന്ന് കുറച്ചകത്തോട്ട് കയറിയാണ്, എന്നാലും ഫുള്ള് മരങ്ങളും അങ്ങനെ എന്താ പറയുക, മൊത്തം ഒരു ഗ്രാമ അന്തരീക്ഷമാണ് കേട്ടോ. കാരണം സിറ്റിയിൽ നിന്ന് കുറച്ചകത്തോട്ട് കയറിയിട്ടാണ്. രാവിലെ തന്നെ മഴയായതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയത്. പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആ കൂട്ടത്തിൽ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. കുറേ ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം ഹസ്ബൻഡ് ഓട്ടം പോകുന്നത് കൊണ്ട് തന്നെ അവന് വീട്ടിലുണ്ടാവാറില്ല. കൂടുതലും വീക്കിലേയും ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ നടന്ന് കടയിലെത്തി കേട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കടയാണ്. അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരുപാട് വലിയ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും. അപ്പോൾ ആ കടയിലെ അമ്മച്ചിയാണ് കേട്ടോ. ഇപ്പം അപ്പുറത്തേക്ക് പോയിട്ട് വന്നില്ലേ, ആ അമ്മച്ചി. പുള്ളിക്കാരി എന്തോ കാര്യത്തിന് അപ്പുറത്തെ കടയിലേക്ക് ചില്ലറ മാറാൻ എന്തോ പോയതാണ്. ഞാൻ അവിടുന്ന് പാല് വാങ്ങിച്ചു. അക്കൂട്ടത്തിൽ അത്യാവശ്യം വേണ്ട കുറച്ച് അരിയും സാധനവും വാങ്ങിച്ചു. ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും ചോറൊന്നും വെക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് ചോറ് വല്ലതും വെച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ല കൂടുതലും മാഗിയൊക്കെ തിന്നുന്നേ. എന്നാലും ഒരു നേരമൊക്കെ ഭക്ഷണം ഉള്ളൂ. ഇപ്പം കുറേ വെയിറ്റ് കുറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ഇല്ലായിരുന്നു നേരത്തെ. 55 മുകളിലോട്ടും ഇല്ലാതെ താഴോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ എപ്പോഴും നിന്നിട്ടുള്ളത്. അങ്ങനെ നടന്ന് വന്നു. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലൊന്നും ഒരു അനക്കവും ഇല്ല കേട്ടോ. എല്ലാവരും സ്കൂളിൽ പോകേണ്ട, ജോലിക്ക് പോകേണ്ടൊക്കെ തിരക്കിലായിരിക്കും. ഇന്നലെ എൻ്റെ ആങ്ങള വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം ബോറടിയൊന്നും ഇല്ലായിരുന്നു. അവനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോറടിയായിരിക്കും. സംസാരിക്കാനും പറയാനൊന്നും ആരും ഇല്ലാതെ എനിക്ക് ഈ വീട്ടിൽ തന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നേരെ വന്ന് ചായ വെച്ചു, ചായക്ക് പാല് വെച്ചു. അങ്ങനെ ഒന്ന് വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഞാൻ വിചാരിച്ച എൻ്റെ ശംഖുപുഷ്പം മൊത്തം നീല കളറാണെന്നാണ്. പക്ഷെ വിരിഞ്ഞത് മൊത്തം വെള്ള കളറ്. ഇതിലിനിപ്പോൾ നീല ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. പക്ഷെ അവിടെ നിന്നത് നീലയും വെള്ളയും ഉണ്ടായിരുന്നു. ഏതാ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പാലൊക്കെ വാങ്ങിച്ചു കൂട്ടത്തിൽ ഞാൻ ഒരു ഫ്രൂട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഇത്. രാവിലെ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. ഇന്നെന്തോ കടയിൽ പോയത് കൊണ്ടായിരിക്കും ഫ്രൂട്ടി വാങ്ങിച്ചിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ ഇടുമ്പോഴത്തേനും പിന്നെ കാണാം. ബൈ ബൈ.